ഞാൻ ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കും. ആരാണ് ആൻസർ എന്ന് ദേവുവിന് തോന്നുന്നതെന്ന് വെച്ചാൽ അവരുടെ ആ ഫോട്ടോ അതിൽ നിന്ന് കീറിക്കളയണം. കൈ കെട്ടിനെടുത്ത് എറിയാൻ തോന്നുന്നു നമുക്ക് സത്യം പറഞ്ഞാൽ അവന്റെ ഒരു ക്യാരക്ടർ ഈ ഒരു 2 ദിവസം കൊണ്ട്. അപ്പൊ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുന്ന പോലെയാണോ എന്തോ, പക്ഷെ അവിടെ കാണിക്കുന്നല്ല. എന്റെ പോഡ്കാസ്റ്റിൽ ഇന്റർവ്യൂ ചെയ്തപ്പോ നവീൻ പറഞ്ഞ ഡയലോഗ് ഉണ്ട്, ജയിക്കാൻ ഏതറ്റം വരെ പോകും. 2 days ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ മാത്രം ഒരു 1 ലിറ്റർ ടെട്രാ പാക്കിൽ ഒരു ഹിറ്റ് വരുമ്പോ ഇത്രക്കൊക്കെ പറ്റുമോ? കീറി കഴിഞ്ഞ പ്രാക്ക് കിട്ടും. അത് തന്നെ. PR കൊണ്ട് മാത്രം അവിടെ കണ്ടിന്യൂ ചെയ്തോണ്ട് പോകുന്നു എന്ന് തോന്നുന്ന ഒരു വ്യക്തി. ഞാൻ ഇങ്ങനെ ഊരും. ഒന്നാമത് ബീൻ ബാഗ് ഈ മനുഷ്യൻ വീട്ടിൽ കൊണ്ടുപോകോളം പറയണം. ഇരിപ്പാണ്. ഇപ്പൊ ബന്ധം പിരിയും എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയ ഫുൾ ഒച്ചപ്പാടും ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം ബിഗ് ബോസിന് അങ്ങനെ കുറച്ച് ശാപങ്ങളുണ്ട്. നമ്മൾ ആരും കാണാത്ത ഒരു റൂം ആക്ച്വലി അതിനകത്തുണ്ട് ഈ സീസണിലോ. അല്ല, പൊതുവെ ബിഗ് ബോസില് ഒരാളെ പോലെ ഞങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത് അവിടെയുള്ള ക്യാമറ മാത്രമാണ്. ക്യാമറയിൽ നമ്മൾ ചോദിക്കുമ്പോ ഫുഡ് ഉണ്ടോ, ഇല്ല, ഉണ്ടോ, ഉണ്ട്, ഈ ഒരു സാധനം നമുക്ക് കിട്ടും. ദേവു പറയാതെ പറഞ്ഞിരിക്കുകയാണ് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ 7 വിജയ് എന്ന് പറയുന്നത്. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ബിഗ് ബോസ് കഫേയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോ നമ്മള് ബിഗ് ബോസിൽ ഇപ്പൊ വളരെ ചൂടേറിയ കുറെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ ദേവും എല്ലാ കാര്യത്തിലും ഇതിൽ എന്താ പറയാ, ബിഗ് ബോസിലെ എല്ലാം ഇപ്പൊ ലൈവും എല്ലാം കണ്ട് അപ്ഡേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ചോദിക്കും, ഇപ്പൊ ചൂടേറിയ വാർത്ത നമ്മള് ന്യൂസ് പേപ്പറും മാഗസീനും ഒക്കെ എല്ലാരും വയ്ക്കുന്ന ചൂടേറിയ, അങ്ങനെയാണ് ഇപ്പൊ എല്ലാരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാളും നെവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നെവിനെയൊക്കെ. ഞാൻ വളരെയധികം നെവിന്റെ പെർഫോമൻസ് ഒക്കെ ഇഷ്ടപ്പെട്ട് ചിരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ ഈയിടത്തെ 2-3 ദിവസങ്ങളില് നെവിന്റെ കുറെ ആക്ഷൻസും റിയാക്ഷൻസും കണ്ടപ്പോ നെവിന്റെ മേളിലേക്ക് എന്തിനാ നെവിൻ ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യുന്നത് എന്നൊരു തോന്നൽ എനിക്ക് തോന്നി. ദേവനും തോന്നിയോ അങ്ങനെ? എല്ലാവർക്കും തോന്നി, എനിക്കും നന്നായിട്ട് തോന്നി. പക്ഷെ ഞാൻ ഭയങ്കര ഒരു അയ്യോ എന്നുള്ളൊരു ഫീൽ എനിക്ക് വന്നില്ല. വൈ? ബിക്കോസ് ബിഗ് ബോസിന്റെ ഉള്ളിൽ പോയി കഴിഞ്ഞിട്ട് നമ്മളിൽ അറിയാത്ത ക്യാരക്ടേഴ്സ് വരെ പുറത്തോട്ട് വരും. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നോ എന്നുള്ളൊരു ഫീല് തോന്നുന്ന രീതിയിലുള്ള പല അറ്റ്മോസ്ഫിയറും ഇതിന്റെ ഉള്ളിലുണ്ട്. ചിലപ്പോൾ പെട്ടെന്ന് പാവായി പോവും, ചിലപ്പോൾ പെട്ടെന്ന് ഭയങ്കര റിയാക്ട് ചെയ്യും, ചിലപ്പോ നമുക്ക് തന്നെ അറിയില്ല എന്താ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതെന്നുള്ളൊരു സംഭവം. അപ്പൊ ഇതിനകത്ത് എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു, ഭയങ്കര എന്റർടൈനർ ആയിരുന്നു. ആളുടെ ഒരു ബോഡി ലാംഗ്വേജും ഹല്ലേ എന്നുള്ള വർത്താനവും കാര്യങ്ങളും എല്ലാം രസമായിരുന്നു. പക്ഷെ പെട്ടെന്ന് തല എവിടെയോ മുട്ടിയ മാതിരി ഉള്ള ഒരു അറ്റാക്കിങ് അല്ലെങ്കിൽ ഒരു നല്ല രീതിയില് പുറത്തായിരുന്നെങ്കിൽ അടി പൊട്ടിയനെ എന്നുള്ളൊരു രീതിയിലാണ് ആള് ബിഹേവ് ചെയ്യുന്നത്. പക്ഷെ അത് ഞാൻ പറയുന്നു, അത് ഫിസിക്കൽ അസോൾട്ട് എന്നുള്ളൊരു സംഭവം ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് തല്ലിയാലും കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളൊരു സാധനം ബിഗ് ബോസ് സമ്മതിച്ചിരുന്നെങ്കിൽ അവിടെ അടി പൊട്ടിയേനെ, അടി വന്നേനെ ശരിക്കും, ഉറപ്പായിട്ടും. കാരണം പുറത്തിരുന്ന് കാണുന്നത് നമുക്ക് തന്നെ പറ്റുന്നില്ല, ഇവൻ എന്താ കാണിക്കുന്നേ എന്നുള്ളൊരു സാധനമാണ്. അപ്പൊ പലരും പറയുന്നുണ്ട് ഇത് ഗെയിമാണ്. ഞാനും പറഞ്ഞിരുന്നു ഇത് ഗെയിമാണെന്നുള്ളത്. പക്ഷെ ഗെയിം റിയാലിറ്റി ഷോ ആണ്, ഗെയിമാണ്. അതിനപ്പുറം ക്യാരക്ടർ ഉണ്ട്, എത്തിക്സ് ഉണ്ട്, ഒരു ജെനുവിൻ ഒരു ഹ്യൂമാനിറ്റി ഒക്കെ കൂടി ക്ലബ് ചെയ്തിട്ടുള്ള ഒരു മസാല സംഭവമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരാള് ഫേക്ക് ആയിട്ട് നിന്നാലും കുറച്ച് കഴിയുമ്പോ അത് ആ മാസ്ക് പോവും. ചിലര് നന്നായിട്ട് എന്നിട്ട് കുറച്ച് കഴിയുമ്പോ ഫേക്ക് പിടിക്കും. പക്ഷെ ഇപ്പോഴും പറയുന്നുണ്ടല്ലോ അനീഷ് ഇപ്പോഴും ഭയങ്കര ഫേക്ക് ആയിട്ട് തന്നെയാ നിൽക്കുന്നത് എന്ന് കൂടെ നിൽക്കുന്ന എല്ലാവരും ഒരേപോലെ തന്നെ പറയാണ്. അപ്പൊ അങ്ങനെയാണ് ദേവ് ഒരാൾക്ക് എങ്ങനെ ഇത്രയും ദിവസം അങ്ങനെ ഒരു ഫേക്ക് ഫേസിൽ നിൽക്കാൻ പറ്റണത്? അദ്ദേഹം 3 നേരം ഈ സാധനം അരച്ച് കലക്കി കുടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു സത്യം പറഞ്ഞാൽ. ഇത്രയും ദിവസം നമുക്ക് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിലോ കോൺഷ്യസ് മൈൻഡിലോ നമ്മൾ എവിടേക്കോ നമ്മൾ അറിയാതെ ഇപ്പൊ ദേവ് പറഞ്ഞ പോലെ നമ്മളിലേക്ക് തന്നെ എപ്പോഴെങ്കിലും ഒക്കെ പോവില്ല. ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ സെൽഫ് കൺട്രോൾ ചെയ്ത് ക്യാമറ എവിടെയുണ്ട് നിൽക്കാൻ പറ്റില്ല. പുള്ളി ഒന്നാമത് പറഞ്ഞല്ലോ ഗവൺമെന്റ് ജോലിയൊക്കെ കളഞ്ഞ് ഇതിനായിട്ട് പ്രിപ്പയർ ചെയ്ത് നിൽക്കുന്നത്. അപ്പം ബിഗ് ബോസ് എന്ത് പറയുന്നു അതിന്റെ മേലോട്ട് അവിടെ ചിന്തിക്കുന്ന ഒരു വ്യക്തി അനീഷ് മാത്രമാണ്. അത് ചിലപ്പോൾ ഉൾട്ടടിക്കും, ചിലപ്പോൾ നല്ല രീതിയിൽ ഈ ചക്കവേണ മൊയിലിന്റെ ഒരു അവസ്ഥയാണ്. പിന്നെ ഇതിന്റെ ഇടയിൽ ആളുടെ ക്യാരക്ടർ ഒന്ന് വന്നു, നിങ്ങൾ ശ്രദ്ധിച്ചോന്നൊന്നും അറിയില്ല. നമ്മുടെ ഷാനവാസിനോട് ലവ് യു പറഞ്ഞ സമയത്ത് ആള് ചെറുതായിട്ടൊന്ന് ഒതുങ്ങി. പിന്നെ പെട്ടെന്നാണ് അയ്യോ ഇതല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ശരി മറ്റേ വേഷം എടുത്തിട്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ ലൈറ്റ് ആയിട്ടൊന്ന് ലൂസ് ആയിട്ടുണ്ട് ആള്. അനുവിന് പ്രപ്പോസ് ചെയ്ത പോലെ
അനുവിന്റെ മേളിൽ എടുക്കുന്ന ഇഷ്ടവും അനു കൊടുത്ത പാല് കുടിച്ചപ്പത്യം അതും അതൊക്കെ വേറെ തന്നെ. അപ്പൊ ഇടയില് വരുന്നുണ്ട് ആള്. പക്ഷെ അത് ഒറിജിനൽ ആണെന്നാണോ ദേവു പറയണേ? ആൾ അത്ര ദുഷ്ടമൊന്നുമല്ല. ഇപ്പം എന്താ പുതപ്പിച്ചു കൊടുക്കുന്ന സംഭവം, അതേപോലെ ഈ പില്ലോയും കൂടെ അതെ പില്ലോയും കൂടി വെക്കും, ഈ പുതപ്പും കൂടി ഇടും, പിന്നെ അനു ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ പോയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക. അപ്പൊ ആള് എനിക്ക് തോന്നുന്നു ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുന്ന പോലെയാണോ എന്തോ, പക്ഷെ അവിടെ കാണിക്കുന്നല്ല. ഇടയിലൊരു മിന്നായം പോലെ ആളൊന്ന് വിട്ടു പോകുന്നുണ്ട്. പക്ഷെ അതിനകത്ത് പിടിച്ചു പോകുന്ന ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. പക്ഷെ എന്താ പറയാ, ഒരു മേ ബി ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ടാണെങ്കിലും പറയാം. പക്ഷെ ഫസ്റ്റ് ഡേ തൊട്ട് എല്ലാവരും വിദ്യ എഴുതിയത് അനീഷ് മാത്രമേ കളിക്കുന്നുള്ളൂ, ബാക്കി ആരും കളിക്കുന്നില്ല. ആ ഒരു സാധനം പുള്ളി അവിടെ കൊണ്ടുവന്നു. ആൻഡ് എനിക്ക് തോന്നുന്നു കോമണർ ആദ്യമായിട്ടാണ് ഈ ഒരു ഇത്രയും ഒരു ഡേയ്സ് നിൽക്കുന്നത്, സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്, ശരിക്കും ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പം ആളെടുത്ത ഒരു എഫർട്ട് തന്നെ. അപ്പൊ ജയിക്കുന്ന കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ചിലർ പറയും കോമഡർ എന്നുള്ള രീതിയിൽ ഇത്രയും നല്ല രീതിയിൽ പെർഫോം, ഇപ്പം ദേവു പറഞ്ഞ പോയിന്റ് പോലെ തന്നെ ഇത്രയും ദിവസം നിൽക്കുന്നത് കൊണ്ട് തന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് അനീഷ് തന്നെയായിരിക്കും വിജയിക്കാന്ന്. എന്നാൽ മറ്റു ചിലർ പറയുന്നുണ്ട് നമ്മളെല്ലാം കേട്ട പോലെ PR വളരെ സ്ട്രോങ് ആയിട്ടുള്ളത് കൊണ്ട് അനുവായിരിക്കും ജയിക്കാന്നുള്ളത്. കുറച്ചു പേര് നെവിന്റെ പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ വീക്കിലെ നെവിന്റെ പെർഫോമൻസിൽ നിന്നും നെവിന്റെ വോട്ടിനെ തീർച്ചയായിട്ടും അത് ബാധിച്ചിട്ടുണ്ടാവണം അല്ലെ? അനുവിന്റെ ബെഡിൽ വെള്ളം കോരി ഒഴിക്കുക, ഇത്രയ്ക്കൊക്കെ നെവിൻ ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യണമായിരുന്നോ എന്ന് തോന്നിയില്ലേ ശരിക്കും? ആദ്യമൊക്കെ നെവിനെ ഞാൻ ഈവൻ എന്റെ പോഡ്കാസ്റ്റിൽ ഇന്റർവ്യൂ ചെയ്തപ്പോ നെവിൻ പറഞ്ഞ ഡയലോഗ് ഉണ്ട്, ജയിക്കാൻ ഏതറ്റം വരെ പോകും, അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒപ്പോണന്റ് ആരാണോ ആളുടെ ഉദ്ദേശം തന്നെ ഒരു BB മെറ്റീരിയൽ ആവാന്നുള്ളതാണ്. നോ ഇമോഷൻസ്, നോ ഹ്യൂമാനിറ്റി, നത്തിങ്. എന്താ എങ്ങനെ ഇറിറ്റേറ്റ് ആക്കാം. അത് ഈവൻ ഈ ഒരു സീസണിൽ ഇപ്പൊ ഇത്രയും ആൾക്കാരെ വെറുക്കുന്നുണ്ടെങ്കിൽ, ഐ മീൻ ഇത്രയും ആൾക്കാർ ഈവൻ FB ആണെങ്കിൽ അല്ല പുറത്താക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ മേ ബി അടുത്ത സീസൺ അല്ലെങ്കിൽ അടുത്ത സീസൺ ഈ നെവിനെ വാനോളം പൊക്കി പറയാൻ ആൾക്കാരുണ്ടാവും. ഡെഫിനറ്റ്ലി ഹി വിൽ കം ആസ് എ ചലഞ്ചർ ഫോർ ഷുവർ. കാരണം റിയാസിന്റെ വേറൊരു പകർപ്പാണത്. അതിന്റെ ഉള്ളിൽ ഇത്രയും ഇറിറ്റേറ്റ് ചെയ്യുന്ന വേറെ ഒരു മനസാക്ഷി ഇല്ലാത്ത രീതിയിൽ കൈ കെട്ടിനെടുത്ത് എറിയാൻ തോന്നും നമുക്ക്. സത്യം പറഞ്ഞാൽ അവന്റെ ഒരു ക്യാരക്ടർ ഈ ഒരു 2 ദിവസം കൊണ്ട്. അപ്പം വോട്ട് ഭയങ്കരമായിട്ട് ഉൾട്ടടിച്ചു. ഇപ്പൊ അതിന്റെ ഉള്ളിലെ കണ്ടസ്റ്റന്റ് ആയതുകൊണ്ടാണ് നെവിനോട് ഇത്രയും ഒരു വെറുപ്പ് വരുന്നത്. വെള്ളം ഒഴിച്ചതൊക്കെ ഒന്നാമത് ആ കുട്ടി ഉറങ്ങിയിട്ടില്ല, ചുമ്മാ കണ്ണു തുറന്ന് കിടക്കണം. അപ്പൊ വെള്ളം തളിക്കേണ്ട ഒരു ആവശ്യം അവിടെ ഇല്ല. ഇത്തിരി വെള്ളം തളിച്ചു, അനു തിരിച്ചു വെള്ളം, പിന്നെ അത് അവനെ ടാങ്കിൽ കൊണ്ടുപോയിക്കണം, അതിൽ ബെഡിൽ കൊണ്ടുപോയിച്ചു. ആ പ്രോപ്പർട്ടി അവിടെ നശിപ്പിച്ചു. ബിഗ് ബോസ് അമ്മ എന്നും മിണ്ടിയില്ല, കണ്ടന്റ് ആണ്, മനസ്സിലായോ? ആ വെച്ചിട്ടാണ് പ്രൊമോ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഒന്നും സംസാരിച്ചിട്ടില്ല. ഇന്നിപ്പോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, കുക്കറിൽ കൈയിട്ട് നോക്കിയിട്ടുണ്ട്. ഫുഡിന്റെ ഉള്ളില് ആള് ബാത്റൂം പോയി വന്ന ഉടനെ കൈ വാഷ് പോലും ചെയ്യാതെ അതിൽ മറ്റേ നൂറയും അനുവും വെച്ച ആ കുക്കറിന്റെ ഉള്ളിൽ കൈയിട്ട് ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. അപ്പോഴും ബിഗ് ബോസ് ഒന്നും മിണ്ടിയിട്ടില്ല, കുട്ടി മിണ്ടിയിട്ടില്ല. അത് മാത്രം ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇന്നലെ പാത്രം കഴുകിയില്ല എന്ന് പറഞ്ഞിട്ട് അനുവിന്റെ അടുത്ത് ചൂടായ കിച്ചൺ ക്യാപ്റ്റനിൽ അതല്ലെങ്കിൽ ഓൾ ക്യാപ്റ്റനിലുള്ള ഒരാളാണ് ഈ കാണിക്കുന്നത്. അപ്പൊ ഇവര് പേഴ്സണൽ ഗ്രഡ്ജ് ആണെന്ന് പുറത്തോട്ട് ഭയങ്കരമായിട്ടൊരു ആക്ട് കൊടുക്കുന്നുണ്ട്, മനസ്സിലായോ? അപ്പൊ ഇപ്പൊ വെറുക്കുന്നവരാണെങ്കിലും അടുത്ത സീസണിലൊക്കെ അടുത്ത സീസണിൽ ഇതേപോലെ നമ്മൾ ആരെങ്കിലും ഇതായിട്ട് റിയാസ് വന്ന മാതിരി നെവിൻ വന്ന നെവിൻ വാവ് ഇപ്പൊ ഷൂ ആണ്. പക്ഷെ ഷാനവാസിന്റെ ഇതും ഇപ്പോഴും വന്നിട്ടില്ല, ഹോസ്പിറ്റലിലാണ്, നമുക്ക് അതും അറിയുന്നില്ല. അത് ലാലേട്ടന്റെ എപ്പിസോഡ് വരുന്നപ്പോഴത്തേക്ക് അതിന് വേണ്ടിയിട്ട് നമ്മളിൽ എല്ലാരും ഒരു പിൻ പോയിന്റിൽ എത്തിയിട്ട് ആ ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള രീതിയിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതാണോ എന്ന് തരാൻ ഇനി ഒരു തോന്നലുണ്ട്. അപ്പൊ എന്തായാലും ഭാഗത്തുനിന്ന് എല്ലാം വേറൊരു സംഭവം എന്താണെന്ന് അറിയോ? പക്ഷെ ബിഗ് ബോസ് എത്ര ഒതുക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ സാബു ചേട്ടൻ പറഞ്ഞ പോലെ എത്ര ടൈറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും എങ്ങനെയും വീക്കെൻഡ് എപ്പിസോഡ് ആവുമ്പോഴേക്കും എവിക്റ്റായ ആളുടെ പേര് വില്ലീക്ക്, അത് ഒരു മേ ബി എന്നുള്ള രീതിയിൽ പുറത്തേക്ക് വരും. ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് ബിഗ് ബോസ് മാക്സിമം അതങ്ങനെയാണല്ലോ, നമ്മളൊരു ഷോ നടത്തുമ്പോൾ മാക്സിമം ഇങ്ങനെ ഫയറിലാക്കിയാലേ നിർത്തുക. പക്ഷെ എനിക്കും വന്ന കമന്റ്സിൽ ഷാനവാസ് അഭിനയിക്കുകയാണ്. അപ്പം എനിക്കത് അഭിനയിക്കാന്ന് ഓപ്പണായിട്ട് പറയാൻ പറ്റാതെ അതിൻ്റെ ഉള്ളിൽ ഒരു വ്യക്തി ഞാൻ ഉണ്ടായിരുന്നോണ്ടാണ് അതിൻ്റെ ഉള്ളിൽ മേ ബി പല സിറ്റുവേഷൻസിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ. പിന്നെ ഇവര് 3 പേര് ക്യാപ്റ്റൻ ആയ പിന്നെ ഫുഡ് പ്രോപ്പർ ആയിട്ടില്ല. അപ്പൊ അതൊരു വിഷയമാണ്. 2 നേരം ഫുഡ് ഉള്ളൂ. ഗ്യാസിന്റെ വിഷയം ഉണ്ടെന്ന് നൂറ് അവിടെ ഓൾറെഡി പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു ഫ്രസ്ട്രേഷനും ഇറിറ്റേഷനും എല്ലാം കൂടി ആയിട്ട് ആളുടെ കയ്യിൽ നിന്നും പോയി ഈ സാധനം വന്ന് വീഴുകയും ചെയ്തു. പക്ഷേ ഒരു ഇത്രമാത്രം 2 days ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ മാത്രം ഒരു 1 ലിറ്റർ ടെട്രാപാക്കിൽ ഒരു ഹിറ്റ് വരുമ്പോ ഇത്രക്കൊക്കെ പറ്റുമോ? അതെ, അതും ഒരു വിഷയമാണ്. അപ്പൊ അതിന്റെ നമുക്ക് ഒരു വശം വെച്ച് ചിന്തിക്കുന്നതായിരിക്കും. അല്ല, ഇപ്പൊ ഒരു അത്ര വെയിറ്റ് ഉള്ള സാധനം അല്ലല്ലോ. അത് വെച്ചിട്ട് നമ്മൾ കാണുന്നുണ്ട് നെവിൻ ഇങ്ങനെ അങ്ങനെ ചെയ്തപ്പോൾ ഇങ്ങനെ എന്തോ ജസ്റ്റ് ടച്ച് ചെയ്തതേ ഉള്ളൂ.
നമുക്കറിയില്ല. എന്തായാലും അവിടെ നമുക്കതൊന്ന് പോസ് ചെയ്തിട്ട് നമുക്കിപ്പോ ഒരു ടാസ്കിലേക്ക് പോവാം. ദേ ആ ബോർഡില് ഞാനിപ്പോ കുറെ പേരുടെ ഫോട്ടോസ് ഇപ്പൊ സ്റ്റിക്ക് ചെയ്യും. അപ്പൊ ഞാൻ എന്നിട്ട് ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യത്തിന് ആരാണ് ആൻസർ എന്ന് ദേവുവിന് തോന്നുന്നതെന്ന് വെച്ചാൽ അവരുടെ ആ ഫോട്ടോ അതിൽ നിന്ന് കീറിക്കളയണം. ഓക്കെ, ചാനൽ പൂട്ടാറായി. യെസ്. അപ്പൊ ദേവു ടാസ്ക് നമുക്ക് തുടങ്ങാം. യെസ്, ഓക്കെ. അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്. ഇപ്പൊ ഇത്രയും പേരുടെ ഫോട്ടോസ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങോട്ട് ചെന്ന് നിന്നോളൂ. എന്നിട്ട് ഞാൻ വരുന്ന ചോദ്യം കേൾക്കുമ്പോ തന്നെ ദേവുന്റെ മനസ്സിലേക്ക് വരുന്ന മുഖം ആരാണോ അവരുടെ അങ്ങ് കീറിക്കോളുക. ഓക്കെ, ഫസ്റ്റ് ടാസ്കില് ഫസ്റ്റ് ചോദ്യം. ദേവുന് ഇവരില് ആരാണ് ഇനി ബിഗ് ബോസിൽ തുടരാനായിട്ട് ഡിസേർവ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നത്? ഓക്കെ, വിത്ത് റീസൺ പറയാലോ അല്ലെ? ആണോ? ആര്യൻ. യെസ്. അതെന്താ? ആര്യൻ ടാസ്ക് ഒക്കെ എത്ര നന്നായിട്ടാ ചെയ്യണേ. ആര്യൻ ടാസ്ക് നന്നായിട്ട് ഇപ്പൊ കള്ളക്കളി കളിച്ചിട്ടാണെങ്കിലും ടാസ്ക് നന്നായിട്ട് ചെയ്യാലോ. അങ്ങനെ എന്താ പറയണ? എന്തിനാ കള്ളക്കളി കളിച്ചു എന്ന് പറഞ്ഞ? കൈ ഇങ്ങനെ പിടിച്ചു നിന്നപ്പോഴത്തെ കൈ പിടിച്ചു നിന്നതിൽ കള്ളക്കളി കാണിച്ചിട്ടുണ്ട്. ഇന്നലെ ആ ഫിഷിന്റെ ഇതിൽ ഓൾമോസ്റ്റ് കള്ളക്കളിയെ കാണിച്ചത്. ആദ്യം പിടിച്ചില്ലായിരുന്നെങ്കിൽ അത് നൈസായിട്ട് അങ്ങോട്ട് കേറി പോയേനെ. പിന്നെ അത് മാത്രല്ല, വേണ്ട, എനിക്കിഷ്ടല്ല. അതുകൊണ്ട് തന്നെ. ഓക്കെ, ശരി. അടുത്തത് ഇവരില് PR കൊണ്ട് മാത്രം ഈ പ്രാവശ്യത്തെ സീസൺ 7 അവിടെ കണ്ടിന്യൂ ചെയ്തോണ്ട് പോകുന്നു എന്ന് തോന്നുന്ന ഒരു വ്യക്തി. PR കൊണ്ട് മാത്രോ? ഒരാളെ കീറാൻ പാടുള്ളൂ. ഒരാളെ പറ്റുള്ളൂ. ഏറ്റവും സ്ട്രോങ് ആയിട്ട് തോന്നുന്ന ആരാന്ന് വെച്ചാൽ അവരുടെ മാത്രം കീറിക്കോളും. അതായത് PRന്റെ ബലം കൊണ്ട് മാത്രം അവിടെ നിൽക്കുന്നു. അല്ലാതെ വലിയ ഗുണമൊന്നുമില്ല. PRന്റെ ഗുണം കൊണ്ട് മാത്രമാണ് ഈ സീസൺ 7 ഇത്രയും ദിവസം അവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് തോന്നുന്ന ഒരു കണ്ടസ്റ്റന്റ്. നിങ്ങൾ എന്ത് വൃത്തിയിട്ടോ ചോദ്യങ്ങളൊക്കെ. ഇതിപ്പോ PR ഇല്ലാത്തവരാരല്ലേ ഇതിനകത്ത്? എല്ലാരും PR ഉണ്ട്. ഞാൻ ഇങ്ങനെ ഊരും. ആണോ? അക്ബറോ? അതെന്താ അക്ബറിനെ ഇഷ്ടല്ലേ? അക്ബറിനെ ഇഷ്ടമില്ലാത്ത കാര്യം എന്താണെന്നറിയാമോ? അക്ബർ ഒന്നാമത് ബീൻ ബാഗ് ഈ മനുഷ്യൻ വീട്ടിൽ കൊണ്ടുപോകോളം പറയണം. ഇരിപ്പാണ് കുത്തിത്തിരിപ്പ്. പിന്നെ പോയതിനു ശേഷമുള്ള കുത്തിത്തിരിപ്പ് ഇവിടെ പറഞ്ഞത് അവിടെ പറഞ്ഞ കഥ മാറ്റി പറയാ. 2 ക്യാപ്റ്റൻ ആയിട്ട് നെവിൻ അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ മനുഷ്യൻ ഒന്നും സംസാരിക്കുന്നില്ല. ചുമ്മാ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന പോലെയാണ്. അപ്പം അത് അല്ലാതെ പുള്ളി ഒരു 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 ക്രൂവൽ ക്യാരക്ടർ ആണ് ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി. ഇനി ബിഗ് ബോസ് കൊടുക്കുന്ന ഗെയിം ഒട്ടും തന്നെ ആക്റ്റീവായിട്ട് ചെയ്യുന്നില്ല. ടാസ്കുകളൊന്നും നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നത് ഇവരിൽ ആരാണ്? ടാസ്കുകളൊന്നും കംപ്ലീറ്റ് ആയിട്ട്, അതായത് വിന്നാണോ അതോ ഒരു ചെയ്യാന്നുള്ളല്ല, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ അത്ര ആക്റ്റീവായിട്ട് ടാസ്കുകളൊന്നും എടുക്കുന്നില്ല. അതിപ്പോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരോ ഉണ്ട്. ടാസ്കിലൊന്നും നന്നായിട്ട് പെർഫോം ചെയ്യുന്നില്ല എന്ന് തോന്നുന്ന ഒരാൾ. ഞാൻ അനുമോളെ കീറും. വേണ്ട, ഷാനവാസിനെ കീറാൻ. അങ്ങനെ പറ്റൂല. ഏതെങ്കിലും ഒന്ന് ഒരാളെ കീറാൻ പറ്റൂ. അല്ല, ഷാനവാസ് ഓൾമോസ്റ്റ് ഈ ടാസ്കിന്റെ ഒരു അവസ്ഥ മനസ്സിലാവാത്ത ഒരു അവസ്ഥയിൽ 2-3 ടാസ്ക് ഒക്കെ ക്ലിഞ്ഞോ പാവയുടെ അതിനകത്ത് ഷാനവാസ് അറ്റംപ്റ്റ് ചെയ്തിട്ടേ ഇല്ല. ഫുൾ ടൈം കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അത് മാത്രല്ല, പുള്ളിയോട് പറയുമ്പോ ഇത് എനിക്കിട്ടുള്ള പണിയാണോ എന്നുള്ളൊരു, അത് സീക്രട്ട് ടാസ്ക് എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴൊക്കെ ടാസ്ക് വരുമ്പോഴും അതെ ഷാനവാസ് ഒരു വാവ് ടാസ്ക് ഉള്ളത് ഏതാ? എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. ഒന്നും ചെയ്യുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഷാനവാസിനെ കീറാൻ അനുവിനെ കീറാൻ പോയത്? അനു ടാസ്കില് ജയിച്ചിട്ടില്ലേ ഈ പറഞ്ഞ പോലെ? അനു അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ജയിച്ചു. അവരെന്നെ ജയിച്ചു, കഴിഞ്ഞ ഇതിൽ ജയിച്ചു. അപ്പം ആളെന്താ, പിന്നെ ആ ബോളിന്റെ ഒക്കെ ഇതിലാണെങ്കിലും സാരിയെ അറിയാലോ, സാരിയെ കൊടുത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാ. അപ്പൊ അത് പൊക്കി പിടിച്ചിട്ടാണ് ചെയ്തു. അപ്പൊ കീറി കഴിഞ്ഞാൽ പ്രാക്ക് കിട്ടും. അത് തന്നെ അല്ല, ചെയ്യുന്നുണ്ടല്ലോ. ടാസ്ക് മനസ്സിലാവാത്തത് വിഷയമല്ല, അത് ശ്രദ്ധിക്കണം. ഓക്കെ, വീടിനകത്ത് എത്തിക്സ് ഇല്ലാണ്ട് ഗെയിം ചെയ്യുന്ന ഒരാള്. അയ്യോ, എന്റെ നെവിൻ എത്തിക്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഗെയിം ചെയ്തോണ്ടിരിക്കുകയാണ്. എത്തിക്സ് പോയിട്ട് എനിക്ക് ഇഷ്ടമായിരുന്നു പുള്ളിയെ. ഭയങ്കര എന്റർടൈനറും ആള് നല്ല രീതിയിലൊക്കെ വരേണ്ട ഒരു വ്യക്തിയാണ്. പിന്നെ മുഖം കീറാൻ പറ്റുന്നില്ല. അയ്യോ, അത്രയ്ക്ക് ദേഷ്യായോ ദേവുന്? അല്ല, എനിക്ക് ഇഷ്ടമായില്ല സത്യം പറഞ്ഞ. എനിക്കും അതെ. അല്ലേ, എല്ലാം മാന്തിയിട്ടുണ്ട് ഞാൻ. അത്ര ദേഷ്യ ദേവുന് ഇപ്പൊ നെവിന്റെ അടുത്ത്. അയ്യോ, ഞാനും ആണെങ്കിൽ അതിന്റെ ഉള്ളിൽ ചിലപ്പോ ഞാൻ കൈവച്ചു പോയേനെ. ആ വെള്ളം ഒഴിച്ച സമയത്ത് ആ ഒഴിച്ച പാൽപാത്രം കൊണ്ട് തന്നെ ഞാൻ അടിച്ചേനെ. ഇന്റർവ്യൂ ചെയ്താണല്ലോ, പോകുന്നതിന് തലേദിവസം എന്തോ ഇന്റർവ്യൂ ചെയ്തൊക്കെ പറഞ്ഞ് വിട്ടത്. വൃത്തിക്ക് കളിക്കണമായിരുന്നു, വൃത്തിയോട് കാണിക്കരുത്. മുഖം കീറാൻ പോലും പറ്റുന്നില്ല. കണ്ടോ നെവിൻ ഇപ്പോഴും? അപ്പൊ നെവിനാണ് പറഞ്ഞത്, കണ്ടോ എന്റെ മുഖം കീറാൻ പറ്റുന്നില്ലല്ലോ എന്ന്. അങ്ങനല്ല, അതാണ് നെവിന്റെ ചാനൽ. എങ്ങനെ പോണു? ചാനലൊക്കെ നന്നായിട്ട് പോണ്ട്.
നെവിന്റെ നിങ്ങളുടെ പോകുമ്പോ തന്നെ ഇവിടെ നിന്ന് അപ്പൂസ് നോക്കുന്നുണ്ട്, നിങ്ങളുടെതാണോ വ്യൂസ് കൂടുതൽ, നമ്മുടെതാണോ വ്യൂസ് കൂടുതൽ പറഞ്ഞോണ്ട്. നെവിന് പെട്ടെന്ന് കിട്ടിയതാ. അപ്പം ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞു വിട്ടു. പക്ഷെ നല്ല രീതിയിൽ ഗ്രാഫ് ആയിരുന്നു. പക്ഷെ ഈ 2 ദിവസം ഒന്ന് അടി കിട്ടി. റിയാലിറ്റി എന്ന് പറഞ്ഞാല് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ പോയി അടി ഉണ്ടാക്കാന്ന് മാത്രമല്ല, നമ്മുടെ ഒരു ക്യാരക്ടർ ഫിക്സിങ്ങും ഉണ്ട്, കുറച്ചൊക്കെ ക്ലിയറിങ്ങും ഉണ്ട്. അത് മാത്രമല്ല ഒരാളെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് ചെയ്യുന്നത് ശരിയല്ല. ഓക്കെ, അപ്പൊ എന്നാ ദേവുവിന്റെ നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞോണ്ട് ദേവുവിന്റെ ചാനലിന്റെ പേരും കൂടെ ഒന്ന് പറയൂ, നമുക്ക് ചാനലിന്റെ ഒരു പ്രൊമോഷനും കൂടെ ആവട്ടെ. അത് ഉണ്ടെങ്കിൽ കയ്യിലൊരു ചായയും കൂടി വേണമായിരുന്നു. അയ്യോ, അത് നോക്കി ചായ വരും, ചായ പറയൂ. എന്റെ ചാനലിലും എല്ലാരും ചായ ചോദിക്കാറുണ്ട്, കൊടുക്കാറില്ല. പക്ഷെ നമ്മള് ചായ തരും കേട്ടോ, നമ്മള് ചായ എന്തായാലും തന്നിരിക്കും. ചാനലിന്റെ പേര് അതായത് സത്യം പറഞ്ഞാൽ നമ്മളൊരു രാത്രി പെട്ടെന്ന് ഇങ്ങനെ ഫാൻ നോക്കിയിരിക്കുന്ന സമയത്താണ് എന്തുകൊണ്ട് നമുക്ക് ഇത് വേഗം അപ്ലൈ ചെയ്തുവിടാ എന്നുള്ള ഒരു രീതിയിൽ ഒരു സംഭവം വന്നു. അങ്ങനെ സംസാരിച്ച് വന്നിട്ട് ഒരാളുടെ ദിവസം തുടങ്ങുന്ന ചായലാണല്ലോ. അപ്പൊ പിന്നെ ചായ കുടിച്ചിട്ടിരുന്നുള്ള സംസാരം ഭയങ്കര സുഖമാണല്ലോ. അങ്ങനെ ചായ് ടോക്സ് വിത്ത് വൈബ് ഗുഡ് എന്നുള്ളൊരു പേരിട്ടു. ഇത് കാണിക്കുമ്പോ ഒരു ബീജം ഇടണം എപ്പിസോഡില്. അതിട്ടോളാം തീർച്ചയായിട്ടും. അത് അപ്പൊ സോർത്ത് പറഞ്ഞ് എഡിറ്ററിന്റെ അടുത്ത് പറഞ്ഞത് ഇട്ടോളൂ. ഓക്കെ, ഇനി അടുത്തത് വീടിനുള്ളിൽ വളരെ സേഫ് ഗെയിം കളിക്കുന്നു എന്ന് തോന്നുന്ന ഒരാൾ. കുറച്ചെങ്കിലും ഒരു സേഫ് ഗെയിം കളിക്കുന്നുണ്ട്. അതിലെ 3 പേരിൽ ആരായിരിക്കും? സേഫ് ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇയാളെ എടുക്കുക. അനു. അത് സേഫ് ഗെയിം എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ തരാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനു ആദ്യമൊക്കെ വന്നിരുന്ന സമയത്ത് പറഞ്ഞിരുന്നു, ഞാൻ ബിഗ് ബോസിന് കണ്ടന്റ് കൊടുക്കാനാണ് വന്നിരിക്കുന്നത്, അവരെന്ന പൈസക്ക് ഞാൻ കണ്ടന്റ് കൊടുക്കും. അതേപോലെ തന്നെ ഒരു എന്താ പറയാ കുടുംബ പ്രേക്ഷകർ കാണുന്ന ഒരു സംഭവമാണ്. ആള് കുറച്ച് ഓർത്തഡോക്സ് ആണ്, അതിപ്പോ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ എന്നാൽ പോലും ഒരു കോൺഷ്യസ് ആണ്, ഇമേജ് കോൺഷ്യസ് ആണ് ചില സമയത്ത്. അപ്പം കഴിഞ്ഞ ദിവസം തന്നെ നെവിൻ വഴക്കാണ്, എന്നാലും നെവിനോട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ കുറെ കാലമായിട്ട് എന്നെ എല്ലാവർക്കും അറിയുന്നതാണ്, സോ ഞാൻ എങ്ങനെ സംസാരിക്കുന്നതെന്ന് ആളുകൾക്ക് അറിയാം, എന്നെ ഒരാളുടെ മുന്നിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അനു എന്താണ് സംസാരിക്കുന്നത് അത് ആളുകൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, മാറ്റി പറയേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ എന്നാൽ പോലും ആളെപ്പോഴും ഒരു പുറത്തൊരു ഇമേജിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നോണ്ടാണ് വേറൊരു സംഭവം ഉള്ളതുകൊണ്ടും ആ ഒരു സംഭവം ഞാനിപ്പോ പറയാത്തോണ്ട് ഓക്കെ, ഇനി 2 പേരേ ഉള്ളൂ, അനീഷും നൂറയും. മറ്റുള്ളവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടുന്നു എന്ന് തോന്നുന്ന ഒരാൾ, ഇവർ 2 പേരിൽ ആരായിരിക്കും? നൂറയ്ക്ക് നിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ മനുഷ്യൻ ചില സമയത്ത് ഈ പറഞ്ഞ മാതിരി നിക്കാൻ ബുദ്ധിമുട്ടുന്ന പോലെ തോന്നുന്നുണ്ടോ? നിക്കാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ, അവിടെ ഇടയ്ക്കിടയ്ക്ക് ആളുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഈ തിരിച്ച് റിപ്ലൈ പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റാത്തോണ്ടാണ് ഈ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ചില സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആള് ക്യാരക്ടർ വിടുന്നുണ്ട്. ഇപ്പൊ ഷാനവാസായിട്ടൊരു ഇഷ്ടം തോന്നി വന്നപ്പോ ആള് ചെറുതായിട്ടൊന്ന് ലൈറ്റായി. ആഫ്റ്റർ ദാറ്റ് അനീഷിന്റെ പാരന്റ്സ്, അതായത് അമ്മ വന്നു കഴിയുമ്പം നേരത്തെ കളിച്ച മാതിരി തന്നെ നിന്നാ മതി എന്ന് പറഞ്ഞപ്പോഴാണ് ആളെ അഗെയിൻ ആ മാസ്ക് എടുത്തിട്ടത്. അതിന്റെ ഒപ്പം തന്നെ ആൾക്ക് പിടിച്ചിരിക്കാൻ ബുദ്ധിമുട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ലൈക്ക് ആ ജയിലിന്റെ ടാസ്ക് ഒക്കെ കൊടുത്തപ്പോഴും ആളൊന്ന് മെന്റലി ഡൗൺ ആയി. അനീഷ് ഈ ജയിലിന്റെ ഇത് പിന്നെ ചുമര് കെട്ടിപ്പിടിച്ച് ബിഗ് ബോസ് ബിഗ് ബോസ്. അപ്പൊ ആളിലൊരു എന്താ പറയാ കോൺഫിഡൻസ് ഇല്ലായ്മയാണ്, അത് നിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ഒരു തോട്ടാണ്. അപ്പൊ അപ്പ് ആൻഡ് ഡൗൺ ആവുന്നുണ്ട് ഗ്രാഫ്. ഓക്കെ, പക്ഷെ അത് ഭയങ്കര മൈന്യൂട്ടായിട്ട് നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇപ്പൊ നോക്കിക്കേ, അതിലെ 6 പേരുടെ ഫോട്ടോ കീറി, അതിൽ ഒരാളുടെ മുഖം മാത്രം നോക്കി ഇപ്പോഴും കീറാൻ പറ്റാണ്ട് ഇപ്പൊ ഇത് നെവിൻ കണ്ടിട്ടുണ്ട്. നെവിൻ പറഞ്ഞേനെ, കണ്ടു ദേവു അങ്ങനെയൊന്നും എന്റെ മുഖം കീറാൻ പറ്റൂല എന്ന് നെവിൻ കണ്ടപ്പോ പറഞ്ഞേനെ അല്ലേ? എന്തായാലും ഇനിയിപ്പൊ ഇത് നോക്കിയാൽ മനസ്സിലായി, ദേവു പറയാതെ പറഞ്ഞിരിക്കുകയാണ് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ 7 വിജയ് എന്ന് പറയുന്നത് നൂറയാണെന്ന്. കാരണം നൂറയുടെയാണ് ഇതുവരേക്കും. നൂറായാലും എനിക്ക് ഇഷ്ടാണ്. എന്നാ വന്നോ ഇവിടെ വന്നിരുന്നു, കാരണം ആള് ഗെയിമൊക്കെ നന്നായിട്ട് കളിക്കണ്ട്. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ചാനലിൽ ചായ ഉണ്ട്, ദേവുവിന്റെ ചാനലിനെ പോലല്ല നമ്മുടെ ചാനൽ. നോക്കിക്കോളൂ, ഞങ്ങൾ ചായ മറ്റേ ഷെയ്ക്ക് ആക്കി ഇനി തൊട്ട് ചായ കുടിച്ചോണ്ട് നമുക്ക് പറയാം എന്തുകൊണ്ടാണ് നൂറ ജയിച്ചാലും എനിക്ക് സന്തോഷമാണ് എന്ന് പറഞ്ഞു. പക്ഷെ നൂറ എന്നാ അത്ര അധികം നല്ല രീതിയിൽ ഗെയിമിൽ അത്ര ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എന്നാ നൂറനെ ഭയങ്കര ഇഷ്ടമൊക്കെയാണ്. പക്ഷേ എന്ത് കോൺട്രിബ്യൂഷൻ ആണ് അവിടെ ഗെയിമിലേക്ക് വേണ്ടി ചെയ്യുന്നത്? ഇന്നലത്തെ ഇതില് ആരായിരുന്നു ടോപ്പ്? ടാസ്ക് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ആ കുട്ടി സംസാരിക്കുന്നുണ്ട്. ആദ്യം വന്ന സമയത്തേക്കാള് ചിലപ്പോ നോക്കിയാ ഇതേപോലെ അവിടെ എന്തൊക്കെ അവിടെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും തമ്മിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും നൂറ ഇങ്ങനെ വെറുതെ ഇരുന്ന് നോക്കിക്കൊണ്ടേയിരിക്കും. എത്രയോ ദിവസങ്ങൾ നമ്മളത് കണ്ടിട്ടുണ്ട്. അപ്പൊ നൂറ മാത്രമേ ഇരിക്കണുള്ളൂ, ബാക്കി എല്ലാവരും അവിടെ തിരിഞ്ഞു മറിഞ്ഞും ബാക്കി എല്ലാരെയും കളഞ്ഞിട്ട് നൂറയിലേക്ക് വന്നത് കൊണ്ട് ഞാൻ ചോദ്യം എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ്. പക്ഷെ അപ്പൊ നൂറ് ജയിക്കും തന്നെ തോന്നുന്നുണ്ട്. അപ്പൊ ജയിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അല്ലെ കാലിബർ ഉണ്ട്?
അങ്ങനെയല്ല, ഇപ്പൊ നോർമലി കഴിഞ്ഞ സീസണും വരെ ഒരു ടൈം പീരീഡ് കഴിഞ്ഞ ഒരാൾ കയറി അങ്ങ് ലീഡാവും. അല്ലെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഒരാളുടെ അടുത്ത് പോയിട്ട് ആരാ ജയിക്കാന്ന് ചോദിച്ചാൽ ഓരോരുത്തരും പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസിനെയാണ്, അല്ലാതെ ഒരു ന്യൂട്രൽ ആയിട്ട് പ്രേക്ഷകർ എന്ന് പറയുന്ന രീതിയിൽ പറയുന്നില്ല. അനുവിന് ഇഷ്ടമുള്ളവർ അനുവിന്റെ പേര് പറയും, അനീഷിന്റെ PR അനീഷിന്റെ പേര് പറയും, അങ്ങനെയാണ്. അല്ലാതെ ഒരു ന്യൂട്രൽ ആയിട്ട് ഒരു ആളോട് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലാങ്ക് ആവും. അങ്ങനെയാണ് ഈ ഒരു സീസൺ പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോ ഷാനവാസ് ആവാം, ചിലപ്പോ അനീഷ് ആവാം, ചിലപ്പോ അനു ആവാം. അനുവിന്റെ ഒരു കൂട്ടം ആൾക്കാർ പറയുന്നുണ്ട്, അനുവിന്റെ PR-നെയും പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറയുമ്പം നൂറയാണെങ്കിലും എന്താ പറയാ, തരക്കേടില്ലാതെ എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ. ഈ ഒരു സീസണിന്റെ ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാൽ റിവ്യൂ പറയാനും അഭിപ്രായം പറയാനൊക്കെ ഭയങ്കര ടഫാ, ബുദ്ധിമുട്ടാ. ആക്ച്വലി നിങ്ങളെ പോലെ റിവ്യൂ പറയുന്ന ആൾക്കാരെ ശരിക്കും ഒരു കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനിലേക്ക് കൊണ്ട് എത്തിക്കുകയാണ് ഈ പ്രാവശ്യത്തെ കണ്ടസ്റ്റൻസ് അല്ലേ? അങ്ങനെ പറയണ്ട, നമുക്ക് തിരിച്ചു പറയാം. അവര് കളിക്കാത്തോണ്ടാണ് നമുക്ക് പറയാൻ പറ്റാത്തത്. റിവ്യൂ ചെയ്യുന്നവരുടെ കുഴപ്പമല്ല അത്. കാരണം റിവ്യൂ ചെയ്യുന്നവർ എന്ന് ചെയ്തു തുടങ്ങിയതാ അല്ലേ, 7 വരെ ചെയ്തോണ്ടിരിക്കും. ഞാൻ പറഞ്ഞ അവര് പറയുമ്പോഴേ അവര് പറയും, കണ്ടോ നിങ്ങൾക്ക് പറയാൻ പറ്റില്ലാത്തോണ്ട് ഞങ്ങൾ അത്രയും, അത് അവരുടെ പോയിന്റ് ഓഫ് വ്യൂലാണ് ഞാൻ പറഞ്ഞത്. അതങ്ങനെയും പറയാം. അല്ല, നെവിൻ ഇത് കേട്ടിരുന്നെങ്കിൽ നെവിൻ അങ്ങനെ പറയുണ്ടായിരുന്നുള്ളൂ അല്ലേ? അതാണ് അല്ലേ? ആ ഒരു രീതിയിൽ ആ റാങ്കിൽ തിങ്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞതാ. പക്ഷെ എനിവേ ബാക്കി ഓരോരുത്തരുടെയും നെഗറ്റീവ് സൈഡ് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ദേവുവിന് ഓരോരുത്തരുടെയും മുഖം മനസ്സിലേക്ക് വന്നു, അവരുടെ ടയർ ചെയ്ത് കളഞ്ഞു. നൂറയുടെ മാത്രമാണ് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞത്. എന്നാൽ ഞാൻ ചോദിച്ചോട്ടെ, നൂറയുടെ നെഗറ്റീവായിട്ട് തോന്നുന്നത് എന്താണ് ദേവുവിന്? നൂറയുടെ നെഗറ്റീവായിട്ട് നൂറ ഇങ്ങനെ സത്യം പറഞ്ഞ ഇല്ല കാര്യം ഞാൻ ഓപ്പൺ ആയിട്ട് പറയാലോ. അതിനകത്ത് ഞാൻ വന്നാ നോക്കുന്നത് അനീഷ് എവിടെ, അനു എവിടെ, അക്ബർ എവിടെ, ആര്യൻ എവിടെ, ഇങ്ങനെയാണ് എന്റെ കണ്ണു പോകുന്നത്. കാരണം എൻഡ് ഓഫ് ദി ഡേ എല്ലാവരും യൂട്യൂബേഴ്സ് റിവ്യൂ ചെയ്യുന്നത് എന്തിനാണ്? അവരുടെ പേജ് റീച്ച് ആവണം, അവരുടെ പേജ് ഹൈപ്പ് ആവണം. അപ്പൊ അത് നമ്മൾ, പക്ഷെ ഞാൻ ഒരാളെ മാത്രം പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ഇങ്ങനെ സംസാരിക്കാറില്ല, എല്ലാവരും ക്ലബ് ചെയ്തിട്ടേ സംസാരിക്കാറുള്ളൂ. പക്ഷെ നൂറെ സംബന്ധിച്ചിടത്തോളം ആദ്യമുള്ള ഒരു ടൈം പീരീഡ് ആണെങ്കിലും ആള് കുറച്ച് സൈലന്റ് ആയിരുന്നു. പിന്നെ ലാലേട്ടൻ വന്ന് ചോദിച്ചപ്പോ പിന്നെ കുറേശ്ശെ സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ അതിലേക്കാളും കുറച്ചും കൂടി ഒന്ന് ഹൈപ്പായിട്ട് സംസാരിക്കാൻ തുടങ്ങിയ ആള്, ഒരു ഒച്ചപ്പാടിൽ. പക്ഷെ അതില് വേറൊരു വെർഷൻ ഓഫ് ചൂടാവലാണ്. പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് എന്താണ് ആളുടെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് വെച്ചാൽ, അങ്ങനെ പറയാൻ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പറയാൻ വേണ്ടി. എനിക്കും ഇഷ്ടമാണ് നൂറനെ കാണുമ്പോഴും ചിരിയും. വേറെ എന്താണെന്നറിയോ, ഇപ്പൊ ഒരുപാട് കോൺട്രവേഴ്സീസ് അവരെ പറ്റി സംസാരിക്കണം. അവരൊരു ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾക്ക് അങ്ങനെ ഒരുപാട് ചില സമയത്തൊക്കെ ഇവരിപ്പൊ ബന്ധം പിരിയും എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയ ഫുൾ ഒച്ചപ്പാടും ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം ബിഗ് ബോസിന് അങ്ങനെ കുറച്ച് ശാപങ്ങളുണ്ട്, അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. പുറത്തിറങ്ങുമ്പോൾ ഓരോന്ന് റിപ്പീറ്റ് ചെയ്ത് നടക്കുന്നതിന്റെ ഭാഗമായിട്ട്. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും ഇവരുടേതായ ഒരു ഐഡന്റിറ്റിയോ ക്യാരക്ടറോ ലൂസ് ആവുന്ന രീതിയിൽ ഒരു സംഭവം ഇതേവരെ ചെയ്തിട്ടില്ല. അവരുടേതായ രീതിയിൽ ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ, ഗെയിമാണ്, അതിന്റെ ഒപ്പം തന്നെ ക്യാരക്ടറും ഉണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും, ചില കാര്യങ്ങൾ നമ്മൾ, ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര ചൂടാവുന്ന കൂട്ടത്തിലായിരുന്നു. ഇപ്പോഴും മോശമൊന്നുമല്ല ചൂടാവുന്നതിന്, പക്ഷെ ടൈം എടുത്തിട്ടേ ചൂടാവുള്ളൂ. ഓക്കെ, ഒന്നും കൂടെ ആലോചിച്ചിട്ടാണ് അങ്ങനെ കുറെ ചേഞ്ചസ്. ഇപ്പൊ ഈവൻ നെവിന്റെ കേസിലാണെങ്കിൽ ഇതിലുള്ള ഓരോ കണ്ടസ്റ്റൻസ് ആണെങ്കിലും ഇറങ്ങി കഴിയുമ്പോൾ ഒരു ക്ലെൻസിങ് പ്രോസസ്സ് കാരണം അവര് ചില ക്യാരക്ടേഴ്സ് മാറ്റും. ഓക്കെ, നല്ല രീതിയിലുള്ള ഒരു മാറ്റം വരും. ചിലത് മാറ്റും, ചിലത് അവർ ഏറ്റെടുത്ത് ചെയ്യും. അങ്ങനെ ഒരു മൊത്തം ഒരു ചേഞ്ച് ഇവർക്ക് എന്തായാലും ഉണ്ടാവും ഇൻ ഓൾ സെൻസ്. ഓക്കെ, നേരത്തെ ബിഗ് ബോസിൽ പോയ ഒരു കണ്ടസ്റ്റന്റ് ഈടെ ഒന്ന് പറയണ്ടായി, അതിനുള്ളിൽ ആ വീട്, അതിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ വേറൊരു വീട് തന്നെ അവിടെ ഉണ്ടാവുകയാണ്, വേറെ തന്നെ നിങ്ങൾ ആരും കാണാത്തൊരു റൂം അവിടെ ഉണ്ടെന്നോ, അങ്ങനെ ഒരു റൂം അതിനകത്തുണ്ടോ? അതാ, നിങ്ങൾ ആരും കാണാത്ത റൂമാണല്ലോ. അല്ലെങ്കിൽ പിന്നെ ആ റൂം ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, പിന്നെ ഏത് റൂം? നമ്മൾ കാണുന്നുണ്ടല്ലോ അതിനകത്തെല്ലാം. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കാണുന്നത് നമ്മൾ ആരും കാണാത്തൊരു റൂം ആക്ച്വലി അതിനകത്തുണ്ട് ഈ സീസണിലോ? അല്ല, പൊതുവെ ബിഗ് ബോസില് അങ്ങനെ ഒരു റൂം ഉണ്ട്. എല്ലാ സീസണിലും അങ്ങനെ നമ്മൾ ആരും കാണാത്ത ഒരു റൂം അവിടെ ഉണ്ട്. നമ്മൾ ആരും പ്രേക്ഷകര് കണ്ടിട്ടില്ലാത്ത ഒരു റൂം അവിടെ ഉണ്ടെന്നാണ് പറയണത്. ആക്ച്വലി അങ്ങനെ എന്തെങ്കിലും റൂം ഉണ്ടോ അവിടെ? ദേവു പോയിട്ടുള്ള ആളല്ലേ? അല്ല, ഞാൻ പോയിട്ടുള്ള ആളാണ്. ക്രിയേറ്റേഴ്സ് ഇരിക്കുന്ന റൂമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ക്രിയേറ്റേഴ്സ് ഇരിക്കുന്നതല്ല, നിങ്ങള് ഇതെന്താന്നറിയാമോ, ഇതിനു മുമ്പ് ഒരു സംസാരം ഉണ്ടായിട്ടുണ്ടാവും, ഇതിന്റെ പുറകിലൊരു സംസാരം ഉണ്ടായിട്ടുണ്ടാവും, ഈ സംസാരത്തിലൂടെ ഒരു ചോദ്യം വന്നിട്ടുണ്ടാവും. അത് പറയാതെ ഞാൻ ഇതിന് മറുപടി പറയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമുക്കറിയില്ല അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഇതിൻ്റെ ഉള്ളിലോട്ട് പോകുന്നു. അപ്പം അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന സംഭവം അവിടെ ഒരു വല്ലാത്തൊരു എനർജി ഫീൽ ഉണ്ട്. ഒന്ന് ഈ പറഞ്ഞ മാതിരി ഒരു പ്രത്യേക ഫുഡില്ല, ഫോണില്ല, പറഞ്ഞ മാതിരി ഈ ഒരു ദേഷ്യം, സംഭവം, സങ്കടം, ഇറിറ്റേഷൻ, ഫ്രസ്ട്രേഷൻ എല്ലാം കൂടി ആയിട്ട് ഒരു ഹാപ്പി മൈൻഡ് ഒന്നും അല്ല അതിൻ്റെ ഉള്ളിൽ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ഒരു എനർജി എന്താണ്, ആ ഒരു എനർജി പാസ്സാവുന്ന വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ ആദ്യത്തെ ഒരു ദിവസം സന്തോഷം ഉണ്ടെങ്കിൽ അത് കഴിയുമ്പോഴേക്കും എല്ലാവരും ഫ്രസ്ട്രേഷൻസ് ഉള്ളൊരു സംഭവമാണ്. ലിറ്ററലി പുറത്തിറങ്ങുമ്പോൾ ഫേമുണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഈവൻ ഒരു 1 വീക്ക് ആണെങ്കിൽ പോലും ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നു, പിറ്റേ ദിവസം ഞാൻ പറയാണ് ഫേക്കാണ്, ലൈക്ക് എന്നോട് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ മാറ്റി പറയുമ്പോൾ നമ്മളിങ്ങനെ ചിരിച്ച് കേട്ട് നിൽക്കുമ്പോഴും നമ്മുടെ ഉള്ളിലൊരു വൃത്തികെട്ടവനെ എന്നുള്ളൊരു സാധനം വരും. അത് ഡേ ബൈ ഡേ കൂടി വരുമ്പോൾ ഒരു എനർജി പാസിങ് ഉണ്ട്. അത് ശരിയാണ്, ഞാൻ എനർജിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഈ റൂമിന്റെ കാര്യം ഈ പറഞ്ഞ മാതിരി അത് എന്ത് റിലേറ്റഡ് ആണ് പറഞ്ഞതെന്ന് പറയാതെ എനിക്കറിയത്തില്ല. ഞാൻ അവിടെ അങ്ങനെ ഒരു റൂം അറിയില്ല. ഓക്കെ, നിങ്ങളിപ്പോ നമ്മൾ കാണുമ്പോൾ നിങ്ങളുമായിട്ട് ആകെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത് ബിഗ് ബോസ് മാത്രമാണ് അല്ലേ? അദ്ദേഹത്തിന്റെ ശബ്ദം മാത്രമാണ് നമ്മൾ കാണുന്നത്. വേറൊന്നും ഇങ്ങനെ ഒരു റൂമർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അതിനുള്ളിൽ നിൽക്കുമ്പോ ബിഗ് ബോസ് ആയിട്ട് മാത്രമല്ല നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്, അവിടുത്തെ ക്രൂ മെമ്പേഴ്സ് ആയിട്ടും നിങ്ങൾക്ക് അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് എന്ന് പറയുന്നു. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല, ഞങ്ങളുടെ സീസണിൽ ആരും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഞങ്ങളോട് ഒരാളെ പോലെ ഞങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത് അവിടെയുള്ള ക്യാമറ മാത്രമാണ്. ഓ, ക്യാമറയിൽ നമ്മൾ ചോദിക്കുമ്പോൾ ഫുഡ് ഉണ്ടോ, ഇല്ല, ഉണ്ടോ, ഉണ്ട്, ഈ ഒരു സാധനം നമുക്ക് കിട്ടും. അപ്പോ നമ്മൾക്ക് ആദ്യത്തെ ഒരു ദിവസം ചെല്ലുമ്പോൾ ഭയങ്കര സ്ട്രേഞ്ചറും ഭയങ്കര ഒരു പേടിയും തോന്നുന്ന ഒരു സംഭവം. കാരണം ചുറ്റും ക്യാമറ അല്ലേ, അയ്യോ കേറുമ്പോ ഈ ബോധമൊക്കെ ഉണ്ടാവും കേട്ടോ. 2 ദിവസം കഴിയുമ്പോ എന്ത് ക്യാമറ, എന്ത് പ്രേക്ഷകർ, എന്ത് നാട്ടുകാരെന്ന് പറയുന്ന ഒരു സാധനം വരും നമുക്ക് ഓട്ടോമാറ്റിക്കലി. അപ്പൊ നമ്മൾ ഭയങ്കര സ്ട്രേഞ്ചർ ആയിട്ട് കണ്ടിട്ട് പിന്നെ പെട്ടെന്ന് നമുക്കൊരു ഫ്രണ്ട്ലി ഫീൽ തോന്നുന്നത് ക്യാമറയോടാണ്. കാരണം നമ്മൾ എന്നെ ചെന്ന് ചോദിച്ചിട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ പറ, ഇല്ലെങ്കിൽ ഇങ്ങനെ പറ എന്ന് പറയുമ്പോൾ അതനുസരിച്ചിട്ട് അത് ഇങ്ങനെ റിയാക്ട് ചെയ്യും. അപ്പൊ നമുക്കൊരു ക്ലോസ് ഫീൽ തോന്നും ആ സംഭവത്തിനോട്. മനസ്സിലായോ? അല്ലാതെ ഒരു ക്രിയേറ്ററിനോടൊന്നും നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. പിന്നെ ഈവൻ മെഡിക്കൽ റൂമിൽ പോയാൽ പോലും ആകെ സംസാരിക്കുന്ന ഡോക്ടറോടാണ്. അത് അറ്റവും മുറിയും വെച്ചിട്ടാ സംസാരിക്കുക. അതിന്റെ കൂടുതൽ ആൾക്കാരോടൊന്നും വേണ്ടിട്ട് ഇനി വേറെ കണ്ടസ്റ്റൻസ് സംസാരിച്ചൊന്നും അറിയില്ല. ഓക്കെ, അപ്പൊ എനിവേ ദേവു സീസൺ 5 ഉണ്ടായിരുന്നത്. അത് വെച്ച് നോക്കുമ്പോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സീസൺ 7 എങ്ങനെ പോണു? തരക്കേടില്ല, അത്രേ ഉള്ളൂ. 5 ആയിരുന്നു 7 ആയിരുന്നു ബെറ്റർ? അതിപ്പോ ഞാൻ എന്റെ സീസണ് ബെറ്റർ എന്ന് പറഞ്ഞ പറയും, ഓ അവൾ അഹങ്കാരം പറയണോന്ന് പറയും. 7 ആണ് ബെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളെന്ത് തോൽവിയാന്ന് പറയും. അപ്പൊ ഇല്ല, ഞാൻ പറയുകയാണെങ്കിൽ സീസൺ 5 ഉണ്ടായിരുന്ന ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിന് തോണ്ടാൻ ഞങ്ങൾ സമയം കൊടുത്തിട്ടില്ല. കാരണം പൊരിഞ്ഞ അടി നടത്തിയിട്ട് അപ്പുറത്ത് പോയിട്ട് തോളത്ത് കൈയിട്ടിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കും. നമ്മൾ തന്നെയാണ് പ്രശ്നം മാറ്റിക്കൊണ്ടിരുന്നിരുന്നത്. അപ്പൊ എന്താ പറയാ, ഒരു ഉടക്ക് ഫീൽ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ എല്ലാവരും പറഞ്ഞിരുന്നു ഇതെന്താ ഫ്രണ്ട്ഷിപ്പ് ആണോ, ഫാമിലി ആണോ, ഇങ്ങനെയാണോ സൗഹൃദം, ഇത്ര ഓഞ്ഞ സീസൺ വേറെ ഇല്ലായിരുന്നു എന്നായിരുന്നു 5. 6 വന്നപ്പോ എല്ലാരും പറഞ്ഞു 5 is the best, 5 ആണ് അടിപൊളി. 7 വന്നപ്പോ പറഞ്ഞു 6 വരെ അടിപൊളി, 7 എന്താ എന്നുള്ളൊരു സാധനമാണ്. പക്ഷെ എനിക്ക് ഇതില് തോന്നിയത്, നമുക്ക് ഈ പറഞ്ഞില്ലേ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, തരക്കേടില്ല എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഇപ്പൊ നമ്മുടെ ഇതിലിപ്പോ ഇപ്പോഴും പല ആൾക്കാർ, ഇപ്പൊ റിനോഷിന്റെ പേര്, ബ്ലെസ്ലിയുടെ പേര്, സാബു ചേട്ടൻ, രഞ്ജിനി ഹരിദാസ്, അങ്ങനെ കുറെ ആൾക്കാരുടെ പേര് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് അവർ അതേപോലെ ഗെയിം അവിടെ കളിച്ചിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഈ ഒരു ഇതില് നമ്മൾ ആരെ പറയും? ഒരു ടൈം പീരീഡ് വരെ അനീഷിനെ പറഞ്ഞിരുന്നു. അനീഷ് അതാ ടേപ്പർ കോഡ് വലിപ്പിച്ച് അതങ്ങ് ഇതായിപ്പോയി. ഇനിയിപ്പോ നെവിനെ പറയും. അതും പറയുന്നത് എങ്ങനെയാണ്, ഒരു നെഗറ്റീവ് വേയിലാണ് പറയുന്നത്. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഗെയിം കളിച്ച് ഇറങ്ങിയാലും പ്രേക്ഷകരുടെ മനസ്സിലൊരു ഇടം പിടിച്ചിട്ട് ഇറങ്ങുന്നത് എൻ്റർലി ഡിഫറെന്റ് ആണ്. അതൊരു PR ഇല്ലാതെയും എന്താ പറയാ, കേറുമ്പോഴേ ഞാൻ ഉണ്ടടാ കൂടെ എന്ന് പറഞ്ഞ് പോവാതെ ന്യൂട്രലി നമുക്ക് എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന ഒരു വ്യക്തിയില് അങ്ങനെ ഇറങ്ങുമ്പോഴാണ് കുറച്ചും കൂടി ആ ഒരു പേഴ്സൺ ആസ് എ വിന്നർ ആവുന്നത്, കപ്പ് കിട്ടാതെ തന്നെ. കാരണം പ്രേക്ഷകരുടെ ഇഷ്ടമാണല്ലോ നമുക്ക് എപ്പോഴും ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ സീസണിൽ ഓക്കെ, അങ്ങനെ ലാസ്റ്റ് ഒരേ ഒരു ചോദ്യം, അങ്ങനെ ഇപ്രാവശ്യം കപ്പും കൊണ്ട് പോകുന്നത് ആരാന്നാണ് ദേവുന്റെ ചാനലിലൂടെ ദേവ് കാണുന്നത്? ഇതുവരേക്കുമുള്ള ടിൽ ഡേറ്റിലുള്ള ഓരോ ഗെയിം കാണുമ്പോൾ ആരെന്നാണ് തോന്നുന്നത്? ഗെയിമിലൂടെ നമ്മൾ നൂറയുടെ പേര് പറഞ്ഞു, അല്ലാതെ ദേവുവിന്റെ ചാനൽ സംസാരിക്കൂ. ദേവുന്റെ ചാനൽ സംസാരിക്കുമ്പോ ഒരു ലേഡി വിന്നർ ആവട്ടെ. ഓക്കെ, അങ്ങനെ പറയാൻ പറ്റൂല, 3 ലേഡീസ് ഉണ്ട്, അനു, ആദില, നൂറ. ആരാ? അതെ, ഇപ്പൊ ഓപ്പൺ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഒറ്റ ഇതിൽ ഞാൻ എല്ലാ സീസണിലും പറയുന്നതാണ് ഡിസേർവ് ചെയ്യുന്ന ഒരാൾ സംസാരിക്കട്ടെ എന്നുള്ളത്. ഓക്കെ, പക്ഷെ നല്ല രീതിയിൽ PR പുള്ളുള്ളതുകൊണ്ട് മേ ബി അനു ആവാം. ഓക്കെ,
അല്ലെങ്കിൽ ഷാനവാസ് ആവാം. അങ്ങനെ ഇത് edit അല്ലെങ്കിലൊന്നുമില്ല. ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിലൊന്നുമില്ല, സിംഗിൾ ഒരൊറ്റ ഫസ്റ്റ് പറഞ്ഞ പേര് അനുവിലാണ്. ഓക്കെ, എനിവേ നമുക്ക് അത് അവിടെ നിൽക്കാം. നമുക്ക് നമ്മുടെ കഫേയും ഇവിടെ ക്ലോസ് ചെയ്യേണ്ട ടൈമായി. Okay. നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് വിന്നർ വരുമ്പോൾ ദേവ് അപ്പൊ നമുക്ക് നോക്കാം ആരായിരിക്കും ഇനി അല്ല, ജയിക്കുക. തേങ്ങ എങ്ങനെ വേണേ തിരിയാലോ Yes, നമുക്ക് അപ്പൊ നോക്കാം. എനിവേ താങ്ക് യു ദേവു, താങ്ക് യു ഫോർ യുവർ ടൈം.